അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ ഡ്രസ്സിനെ കുറിച്ചും ആൾ പറയുന്നുണ്ട്. ഈ ഡ്രസ്സും നിങ്ങളുടെ ഒരു സ്വഭാവവും അങ്ങ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം തന്നെ ഇതെല്ലാം 2 മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ക്രൂസ് എല്ലാം എനിക്ക് തോന്നുന്നു അടുത്ത ബിൽഡിംഗ് ആണ്. എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാമെന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് ഇങ്ങോട്ടും ആ ഷൂട്ട് കിടക്കുന്ന സ്ഥലം ഇങ്ങോട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് രമ്യ നമ്പീശിന് അപ്പുറത്തെ റൂമിൽ ആ സൈഡിലുണ്ട് കോസ്റ്റ്യൂമിൻ്റെ ആൾക്കാരുണ്ട്. ഓരോരോ മുറികളാണ്, ചെറിയ ചെറിയ പഴയ ബിൽഡിംഗ് മുറികളാണ്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിപ്പോൾ ആരും കണ്ടിട്ടില്ല, ഇനിയിപ്പോൾ ഇതിനെ ഒരു വിഷയം ആക്കുമോ, സാറിനോട് പറയുമെന്ന് ചോദിച്ചു. അതായത് സംവിധായകൻ അവിരാർ ബേക്കയോട്. ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ നടനല്ലേ, അവരുടെ ഒരു ഇമേജ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കൊരു ചെറിയൊരു ടെൻഷനുണ്ട്, അഭിനയിക്കാൻ വന്നാണ്, ഫസ്റ്റ് വന്നാണ് ഈ ലൊക്കേഷനിൽ, എനിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കൂളാകുക, കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒന്നുകൂടെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കൂളായിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, ഒരു കാര്യത്തിലും ഞാനിനി ടച്ച് പോലും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 3-4 ദിവസം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, അഭിനയിച്ചിട്ടുണ്ട്. വേറെ ആരും ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല. ഉള്ള പൈസയൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു. ഹസ്ബൻഡിനോടും എൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാരോടും എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ഈ ഇത്രയും വലിയൊരു നടനെ നമ്മളിങ്ങനെ തുടക്കമല്ലോ, ജൂനിയർ ആർട്ടിസ്റ്റാണ്, ഇതൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട്, നമുക്ക് ആ സമയത്ത് ഇത്രയും കൂടെയും ചെറുപ്പമല്ലേ, അപ്പോൾ അങ്ങനെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കയറി പിടിക്കലോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനുള്ള പെർമിഷനുള്ള ആൾക്കാരൊക്കെയാണ്, അവർക്ക് നമ്മളെയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഇൻഡസ്ട്രി എന്നും ആ സമയത്ത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതൊരു വലിയൊരു ഇതായിട്ട് തോന്നി. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പം മനോട്ടൻ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മോള് കംഫർട്ട് അല്ലെങ്കിൽ സിനിമ വിട്ടേക്ക്, പിന്നെ ആളെ എന്തെങ്കിലും ചെയ്താക്കണോ ഞാൻ ചോദിക്കണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ ഒരു വിഷയം, ഒന്ന് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, എനിക്ക് ഭയങ്കര ഈ വഴക്കുണ്ടാക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഭയമുള്ള ആളാണ്. ഞാൻ ഒതുങ്ങി മാക്സിമം പോകും, പക്ഷെ തലേ കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വിടത്തുമില്ല. അപ്പം ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ, നമുക്ക് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ആ സാധനം അവിടെ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാവരും ചോദിക്കുന്ന വിഷയം, എന്തുകൊണ്ട് നിങ്ങൾ ഈ സാധനം ഇപ്പം ഇത് സംസാരിച്ചു, ഇപ്പം നിങ്ങൾക്ക് ഫെയിമിന് വേണ്ടിയിട്ടല്ലേ, പണത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇതെന്തിന് ഈ വിഷയം ഉന്നയിച്ചു എന്ന് വെച്ചു. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതേ വ്യക്തി തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. ആക്ച്വലി ഇപ്പോഴും എൻ്റെ കോണ്ടാക്ട്സിൽ അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പല സാഹചര്യങ്ങളിലും എൻ്റെ ഇപ്പോൾ സ്റ്റാറ്റസിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി ഓരോ കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഒരു വാക്കുകൊണ്ട് പോലും ഒരു മെസ്സേജിലോ വേറെ ഒരു തരത്തിലും എന്നെ പിന്നീട് ഒരിക്കലും അദ്ദേഹം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം എൻ്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ പോസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, ഈ പാവങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ പൈസ മേടിച്ചിട്ടില്ല, നേരിട്ട് ആ അർഹതപ്പെട്ട ഫാമിലിയുടെ നമ്പർ കൊടുക്കും അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കും, അത് ക്ലിയർ ചെയ്യും, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ റെസ്പെക്റ്റാണ് പുള്ളിയോട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമുണ്ട്. നമ്മൾക്ക് ആ ഒരു വിഷയം കഴിഞ്ഞു, അതവിടെ ക്ലോസ് ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിൽ മരിക്കണവരെ അങ്ങ് 2013 നടന്നത് നമ്മളെ ജീവനുള്ള കാലം നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് ഉണ്ടാവും. ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ അനുഭവമാണ്. പിന്നീട് നിരന്തരം പല അനുഭവങ്ങൾ വന്നപ്പം എനിക്ക് മനസ്സിലായത്, പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ്, എനിക്ക് കിട്ടുന്നത് 500-1000 ഒക്കെ ആയിരിക്കും, പക്ഷെ ഞാനൊരു പെണ്ണിനെയും കൊണ്ടായിരിക്കും പോണത്. അത് വീട്ടുകാരോട് ഇത് പറയാൻ പറ്റില്ല. അപ്പം അവരോട് പറഞ്ഞത് ബാഗ് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ ഒരു സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ വെച്ചിട്ടാണ് നമ്മൾ, ഈവൻ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ലൊക്കേഷനിൽ പോലും ഞാൻ ഗീതാഞ്ജലിയുടെ ലാലേട്ടൻ അഭിനയിച്ച ലൊക്കേഷനിൽ പോലും ഞാൻ എൻ്റെ കൂടെ സ്റ്റാഫ് കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ വല്യച്ഛൻ്റെ മോൾ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഇത് പെട്ടി ചുമക്കണ മാത്രമല്ല, എനിക്ക് ഇത്തിരി കൂടെ ഒരു ധൈര്യവും അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് പോകുന്ന ലൊക്കേഷനിലെല്ലാം വലിയ വലിയ നടികളാണ് വരുന്നത്, എത്രയോ സുന്ദരികളാണ്. നമ്മളൊക്കെ നോർമൽ ആളുകളാണ്, ഭയങ്കര സൗന്ദര്യമുള്ള ആൾക്കാരാണ്, കുട്ടികളാണ് വരുന്നത്. ആരും അങ്ങനെയൊന്നും കയറി അറ്റാക്കും പിടിക്കുകയൊന്നും ഇല്ല. അതൊക്കെ നമ്മളെ തെറ്റിദ്ധാരണകളാണ്. സിനിമാ ലോകത്ത് എല്ലാവരും പീഡന വീരന്മാരാണെന്നൊരു ധാരണ ഉണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ മാധ്യമങ്ങളും കൊടുക്കരുത്, കാരണം അതിനകത്ത് നല്ല ജീവിതങ്ങളുണ്ട്, അതും നമ്മൾ കോട്ട് ചെയ്യണം. അപ്പം ഇത് പറയാം. ഇപ്പം ഇതിന് ശേഷം ഞങ്ങൾ സുഹൃത്തുക്കളാണ്, പല സാമൂഹ്യ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട വേദികളിലും ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ അദ്ദേഹത്തെ പേഴ്സണൽ, നിങ്ങൾ ഇപ്പം ആഘോഷമാക്കുന്നത് അവർ ഭയങ്കര കൂട്ടാണ്, അവർ രണ്ടുപേരുള്ള ഫോട്ടോ ഉണ്ട്, അതിങ്ങനെ ആഘോഷമാക്കിക്കൊണ്ട് ഞാൻ വീണ്ടും ജയസൂര്യയായിട്ട് നല്ല ബന്ധത്തിലായിട്ട് പിന്നെ എന്തിനും ഇത് വന്നു എന്നുള്ളത് അതിൻ്റെ മറുപടിയാണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത്. സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട വേദികൾ എനിക്ക് തോന്നുന്നു എറണാകുളം, കോഴിക്കോട്, എക്സാക്ട് പ്ലേസ് എനിക്കറിയില്ല, നമ്മുടെ ട്രസ്റ്റിൻ്റെ അവിടെ കോഴിക്കോടുള്ള ട്രസ്റ്റിൻ്റെ
ഒരു ഉദ്ഘാടന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞാനല്ല വിളിച്ചത്. ഞാൻ ആ ട്രസ്റ്റിൻ്റെ ആൾക്കാർക്ക് ജയസൂര്യയുടെ നമ്പർ കൊടുത്തു. ജയസൂര്യ ഫംഗ്ഷന് പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ മൂത്ത മകനും ആ പരിപാടിയിൽ പങ്കെടുത്തു. മകൻ്റെ കൂടെ നിന്ന്, മകൻ്റെ തോളി പിടിച്ച് നിന്ന് ജയസൂര്യ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സാധനങ്ങൾ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇപ്പം നമ്മൾ സുഹൃത്തുക്കളായിരുന്ന ആളിനെ വെച്ചിട്ട് എന്തിനിങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഉത്തരങ്ങളാണിത്. നമ്മൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഡെയിലി കോണ്ടാക്ട്സോ ജയസൂര്യ എങ്ങോട്ട് പോകണമെന്നോ ഞാൻ എങ്ങോട്ട് പോകണമെന്നോ പുള്ളിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ സോഷ്യൽ വർക്ക് ചെയ്യണത് പുള്ളിക്ക് അറിയാം. നല്ല കാര്യങ്ങൾ ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യാറുമുണ്ട്. അത്രേ ഉള്ളൂ. അതാണ് സൗഹൃദം, സാധാരണ ഉള്ള സൗഹൃദം. അപ്പോൾ അതിനെ മാധ്യമങ്ങളല്ല ഈ സാധാരണ ഈ യൂട്യൂബേഴ്സ്, ഓൺലൈൻ മാധ്യമങ്ങൾക്കും കൂടെ നിങ്ങൾ എന്തായാലും ഇത് വെളിവിടുമ്പോൾ അവർക്ക് കിട്ടുമല്ലോ, അവരാണ് ഇതിനെ എടുത്തിട്ട് അലക്കുന്നത്. അപ്പം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോരുക. കാരണം എന്തായാലും അവരുടെയൊക്കെ കുടുംബത്തിൽ ഇതൊക്കെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പം കൂടുതൽ സങ്കീർണതകൾ ഇല്ലാത്തത് ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ മീഡിയ എന്നോട് ഹേമ കമ്മിറ്റി വിഷയം, സത്യത്തിൽ പല വിഷയങ്ങൾ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യം, നിങ്ങൾ മീഡിയ അറിയാത്ത ഒരുപാട് വിഷയങ്ങൾ ഈ ഫിലിം ഇൻഡസ്ട്രിക്കകത്ത്, ഇവിടെ മാത്രമല്ല, ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല, എല്ലാ സ്ഥലത്തും. ഞാനൊരു ലേഡി ആയതുകൊണ്ട് നമ്മൾ പല തരത്തിലുള്ള ആണുങ്ങളെ കാണേണ്ടതുണ്ട്. ഞാൻ തനിച്ചാണ് പോകുന്നത്. ഞാൻ വീടിന് വെളിയിൽ ഇറങ്ങാത്തൊരു കുട്ടിയായിരുന്നു. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തനിച്ച് യാത്ര ചെയ്യാൻ പഠിച്ച ആളാണ്. ട്രസ്റ്റിൻ്റെ ആവശ്യത്തിനൊക്കെ പല സ്ഥലത്തും ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഒരു 3-4 രാജ്യങ്ങളിൽ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേരള ബ്ലൈൻഡ് അസോസിയേഷൻ്റെ ആവശ്യങ്ങളായിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ പോകുന്നത് നമ്മൾ പോകുമ്പോൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മളടുത്ത് വരുന്ന ചില സാധനങ്ങളുണ്ട്, അതിനെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഞാനൊക്കെ എന്ന് തീർന്ന് തരിപ്പണായനെ. അപ്പോൾ ഓരോ സ്ഥലത്തും ആണെവിടെ ഉണ്ടോ അവിടെയെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കണ്ണടച്ചാൽ നമ്മൾ ചതിക്കുഴിയിലേക്ക് പോവും. പിന്നെ എന്നെ ആരും കയറി പീഡിപ്പിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പരാതി, മീൻസ് ശാരീരികമായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല ഞാൻ. അത് ഈ പീഡനം എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് ഈ ഒരു അതിക്രമത്തെ, ഇത് ശാരീരികമായിട്ട് കൺസെന്റ് ഇല്ലാതെ തൊട്ട ഒരു അട്രോസിറ്റിയാണ്. അതായത് സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സെക്ഷനാണ് വരുന്നത്. 354 ആണ് സെക്ഷൻ വരുന്നത് IPC. അതിപ്പോൾ ഞാൻ FIR കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതാണ്. അതിലേക്ക് വരാം.